ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? പീരിയോഡിക് ടേബിളിനെ കുറിച്ചും ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ? അപ്പോൾ പീരിയോഡിക് ടേബിളിനകത്ത് തന്നെ നമ്മൾ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ പഠിച്ചു. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് പഠിച്ചു. പിന്നെ എന്താണ് ഷെല്ല്, പിന്നെ സബ് ഷെല്ല്, ഓർബിറ്റൽ, അതെല്ലാം പഠിച്ചല്ലേ? അപ്പോൾ നമ്മുടെ ഓരോ ബ്ലോക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ തന്നെ ആദ്യത്തെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും, അതിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. എന്താണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്? അത് കഴിഞ്ഞ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്നൊക്കെ പറയുന്നത്, സംക്രമണ മൂലകങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും ഉണ്ടെന്ന്. അപ്പൊ ലാന്തനൈറ്റ്സിനെയും ആക്ടിനൈറ്റ്സിനെയും കൂടെ ചേർത്താണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോക്ക് എല്ലാം മനസ്സിലായല്ലോ. ആദ്യത്തെ രണ്ട് ഗ്രൂപ്പിനെ എസ് ബ്ലോക്ക് എലമെന്റ്സ്, പിന്നെ എന്താണ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. 13 മുതൽ 18 വരെയുള്ളതിനെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ലാന്തനൈറ്റ് സീരീസിനെ ആക്ടിനൈറ്റ് സീരീസിനെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ഓരോ ബ്ലോക്ക് മനസ്സിലായല്ലോ. എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക്, പി ബ്ലോക്ക്, പിന്നെ ഏറ്റവും താഴത്തെ 2 ബ്ലോക്ക് ഉണ്ട്, അതാണ് എഫ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പൊ എഫ് ബ്ലോക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. അപ്പൊ നമ്മുടെ ഈ ബ്ലോക്സിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഏതാണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നാണ് നമ്മൾ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുന്നത്. പിന്നെ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ത് കാണിക്കുന്നുണ്ട്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോപ്പറിന് എന്താണ് 2 ഇലക്ട്രോൺസിനെ കൊടുക്കാം, അതുപോലെ തന്നെ 1 ഇലക്ട്രോൺസിനെ കൊടുക്കാം. അതായത് Cu+ ഉണ്ട്, Cu2+ അല്ലെങ്കിൽ Cu++ എന്ന് എഴുതിയില്ലേ, നമുക്ക് Cu2+നെ Cu++ എന്ന് എഴുതാം. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ വേണമെങ്കിൽ കൊടുക്കാം, 1 ഇലക്ട്രോണിനെ കൊടുക്കാം. അതാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് കോപ്പറിന് എന്താണ് 1 ഇലക്ട്രോണിനെ വേണമെങ്കിൽ കൊടുക്കാം, 2 ഇലക്ട്രോണിനെയും കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മാംഗനീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാംഗനീസിന് 2 ഇലക്ട്രോണിനെ കൊടുക്കാം, 3 ഇലക്ട്രോണിനെ കൊടുക്കാം, 4 ഇലക്ട്രോണിനെ കൊടുക്കാം. ഇതാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിനുശേഷം നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോ CuCl2 തന്നിട്ട് നമ്മളടുത്ത് പറയും എന്താണ് കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് CuCl2 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോ നമ്മൾ കണ്ടുപിടിക്കാനുള്ളതിന് ഒന്നെങ്കിൽ നമുക്ക് എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്താണ് Cu എന്ന് തന്നെ എഴുതാം. നമുക്ക് Cu എന്ന് എഴുതാം. അപ്പൊ Cu പ്ലസ് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് നോക്കാം. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7 എന്നാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ, ഒരു ഷെല്ലില് എന്താണ് 8 ഇലക്ട്രോൺസ് വേണം, അത് സ്റ്റേബിൾ ആവണം എന്നുണ്ടെങ്കിൽ, ഒരു എലമെന്റ് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? മിനിമം 8 ഇലക്ട്രോൺസ് എങ്കിലും വേണം. അപ്പൊ ഇവിടെ 7 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പൊ ക്ലോറിന് എത്ര ഇലക്ട്രോൺ കൂടി വേണം? 1 ഇലക്ട്രോൺ കൂടി വേണം. അപ്പൊ 1 ഇലക്ട്രോൺ കൂടി വാങ്ങണം. വാങ്ങുവാണെന്നുണ്ടെങ്കിൽ മൈനസ് ചാർജും, കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്ലസ് ചാർജും ആണ്. അപ്പൊ ക്ലോറിന് 1 ഇലക്ട്രോൺ കൂടി വേണം. അപ്പൊ എന്താണ് -1. മനസ്സിലായോ? -1 ആണ് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതാണ് നമ്മൾ Cl- എന്നൊക്കെ എഴുതുന്നത്. അപ്പൊ Cu+ ഇവിടെ എത്ര ക്ലോറിനുണ്ട്? 2 ക്ലോറിനുണ്ട്. 2 × -1 = 0. അപ്പൊ എത്ര വരുമെന്ന് നോക്കാം. Cu + -2 = 0. Cuന്റെ എത്ര വരും? +2 വരും അല്ലെ? അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര ആണെന്ന് നമുക്ക് കിട്ടി? +2 ആണെന്ന് കിട്ടി അല്ലെ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. വേറെ ഏതാണ്? MnO2 നോക്കാം. MnO2ന്റെ അതിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോ നമുക്ക് നോക്കാം. ഓക്സിജന്റെ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6. അപ്പൊ സ്റ്റേബിൾ ആവാൻ വേണ്ടി എത്ര ഇലക്ട്രോൺ കൂടി വേണം?
2 ഇലക്ട്രോൺ കൂടി വേണം. അപ്പോ -2. അപ്പോ Mn പ്ലസ് 2 ഇൻറ്റു എത്രയാണ് -2. അപ്പോ Mn പ്ലസ് ഈക്വൽ 0 ഇട്ട് കൊടുക്കണേ. Mn പ്ലസ് -4. അപ്പൊ എത്രയാണ് Mn ഈക്വൽസ് +4. അപ്പൊ ഇതിനകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് +4 ആണ്. മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. അപ്പൊ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിനകത്ത് ഒരു എലമെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇപ്പൊ സ്കാൻഡിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണ്. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? നമ്മൾ 1 മുതൽ 30 വരെയുള്ള, അതായത് ഹൈഡ്രജൻ മുതൽ സിങ്ക് വരെയുള്ള എലമെന്റ്സ് നമ്മൾ ഏകദേശം പഠിച്ചു വെച്ചിരിക്കണം, അറ്റോമിക് നമ്പറും ഒക്കെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ആണ്. അപ്പൊ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അപ്പൊ എത്രയാണ്? എങ്ങനെയാണ്? 1s2 2s2 2p6 3s2 3p6 4s2 പിന്നെ എന്താണ് 3d. അപ്പൊ 3d1. എത്ര ഇലക്ട്രോൺസ് ആയി? 21 ആയല്ലോ. അപ്പോ നമ്മൾ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ 4s2 3d1 നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 3d കഴിഞ്ഞതിന് ശേഷമേ 4s എഴുതാവുള്ളൂ. അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഓർഡർ എങ്കിലും നമ്മൾ എനർജി ലെവൽ കൂടി വരുന്നതനുസരിച്ചാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 3dക്ക് 4sനെക്കാട്ടിലും എനർജി കുറവാണ്. അപ്പൊ 3d ആണ് ആദ്യം വരുന്നത്. പക്ഷേ 4s2 2 ഇലക്ട്രോൺസിനെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ 3d ഇലക്ട്രോൺസിനെ കൊടുക്കാവുള്ളൂ. പക്ഷെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ്? ആദ്യം 3d എഴുതണം, പിന്നെ 4s എഴുതണം. അപ്പൊ സ്കാൻഡിയത്തിന്റെ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 4s2 3d1 ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ അടുത്ത് കോപ്പറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 29 ആണ് അല്ലേ. അപ്പൊ കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ 29 വരെ ഉള്ള എന്താണ് നമ്മൾ ഓരോ ഷെല്ലിൽ ഇലക്ട്രോൺസിന് ഇങ്ങനെ 29 വരെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ Cu2+ ചോദിച്ചാലോ? Cu2+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? അതായത് 2+ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കി കഴിയുന്നത്? പ്ലസ് ചാർജ് വരണമെങ്കിൽ നമ്മൾ ഇലക്ട്രോൺസിനെ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് പ്ലസ് ചാർജ് വന്നത്. മൈനസ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോൺസിനെ നമ്മൾ വാങ്ങി, അങ്ങനെ ഉള്ളപ്പോഴാണ് മൈനസ് ചാർജ് വരുന്നത്. അപ്പൊ Cu2+ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? കോപ്പർ 2 ഇലക്ട്രോൺസിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്. 29ൽ നമ്മൾ എത്ര കുറയ്ക്കണം? 2 കുറയ്ക്കണം. 2 ഇലക്ട്രോൺസ് നമ്മൾ കൊടുത്തു, നമ്മുടെ ഇനി 2 ഇലക്ട്രോൺസ് കുറവാണ്. അപ്പൊ 29 - 2 ഇപ്പൊ 27 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ഇപ്പം Mn4+ വരുവാണെങ്കിൽ എന്താണ്? മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 25 ആണ്. 25 - 4. അപ്പൊ ഈ സൈൻ ഇത് +4 ആണെന്ന് വെച്ചിട്ട് നമ്മൾ 4 കൂട്ടരുത്, 4 കുറയ്ക്കണം. പ്ലസ് സൈൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസ് കുറവാണ്, അത്രയും ഇലക്ട്രോൺസ് കുറവാണെന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ 4 ഇലക്ട്രോൺസ് കുറയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ഇപ്പൊ കോപ്പറിന്റെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പറിന്റെ അറ്റോമിക് നമ്പറിൽ നിന്ന് എത്രയാണോ ചാർജ് അത് കുറയ്ക്കുക, കുറച്ചിട്ട് അതനുസരിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് നോബിൾ ഗ്യാസസിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നോബിൾ ഗ്യാസസ് എന്താണ്? നമ്മൾ പറഞ്ഞു 18ാം ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. അവർ സ്റ്റേബിൾ ആണ്. അപ്പൊ അവർ കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കില്ല എന്നാണ് പറയുന്നത്. അവർ ഓൾറെഡി സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് അവർ കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കാൻ പോകുന്നില്ല. അപ്പോൾ അവരുടെ ഹെൽപ്പോടുകൂടി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. ഇപ്പൊ നമ്മുടെ ഹീലിയം ഒരു നോബിൾ ഗ്യാസ് ആണ്. അറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ്. നിയോൺ 10 ആർഗൺ. ഇത് ഇത്രയും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മള്
സോഡിയം തന്നെ എടുക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 1s2 2s2 2p6 എത്രയായി? 10 ആയല്ലോ. 4s1. ഇങ്ങനെയാണ് നമ്മൾ സോഡിയത്തിന്റെ സബ്സ്റ്റന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പൊ നമ്മള് സോഡിയത്തിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാണ്? അറ്റോമിക് നമ്പർ 10 ഉള്ള നിയോൺ ആണ്. സോഡിയത്തിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാണ്? അറ്റോമിക് നമ്പർ 10 ഉള്ള നിയോൺ ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്? നിയോൺ ആണ്. അപ്പോ നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6. അറ്റോമിക് നമ്പർ 10 ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6. അപ്പൊ 1s2 2s2 2p6 നമ്മുടെ സോഡിയത്തിനകത്തോട്ട് ഇതിന് പകരം നമ്മൾ എന്തൊന്ന് കൊടുക്കും? നിയോൺ എന്നങ്ങ് കൊടുക്കും. അതിനുശേഷം 4s1 അങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ നിയോണിന് ശേഷം വരുന്ന, അതായത് ഇപ്പൊ നമ്മൾ ഒരു എലമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ് ഏതാണ്, സീറോ ഗ്രൂപ്പ് എലമെന്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതിന് ശേഷമുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഇപ്പോ ലിഥിയം എടുക്കുകയാണ്. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 1s2 2s1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലിഥിയത്തിന് തൊട്ട് മുമ്പുള്ള അറ്റോമിക് നമ്പർ 2 ഉള്ള ഹീലിയം ആണ്. അപ്പൊ ഹീലിയം എന്നിട്ടിട്ട് 2s1. മനസ്സിലായോ? പിന്നെ നമുക്ക് കാൽഷ്യം. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 20 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 4s2. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പൊ നമ്മുടെ ഇത്രയും കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. 20ക്ക് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാണ്? ആർഗൺ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഇത്രയും ഭാഗമുണ്ട് ആർഗണിന്. അപ്പോ ആർഗൺ അങ്ങോട്ട് എഴുതുക. അതിനുശേഷം 4s2 എന്ന് എഴുതുക. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്പെഷ്യൽ കേസ് ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും കാര്യമാണ്. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 29 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2 3d9 എന്ന് വരും. ക്രോമിയത്തിന്റെ എങ്ങനെയാണ്? 24 ആണ്. 1s2 2s2 2p6 3s2 3p6 4s2 3d4. നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മനസ്സിലായല്ലോ. എനർജി ലെവല് 4s-നെക്കാട്ടിലും എനർജി 3d കുറവായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. പക്ഷെ ഇലക്ട്രോണിന്റെ 2 ഇലക്ട്രോൺ ഇവിടെ കൊടുത്തതിന് ശേഷമേ 3d കൊടുക്കാവുള്ളൂ. അപ്പോ നമ്മൾ സ്പെഷ്യൽ കേസ് എന്ന് പറയാൻ കാരണം 3dയിൽ ഇപ്പൊ 9 ഇലക്ട്രോൺ ഉണ്ട്. 3dയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 10 ആണ്. 5 ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ 10 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ 3d ഡി ഓർബിറ്റൽ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഔട്ടർ മോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതെടുക്കാം. ഓക്കെ, 3d 4s എടുക്കാം. അപ്പൊ 3dക്ക് 5 ഓർബിറ്റൽ ഉണ്ട്. 1 2 3 4 5. 4sനോ ഒരു ഓർബിറ്റലല്ലേ ഉള്ളൂ. സബ്ഷെല്ലിന് ഒരു ഓർബിറ്റലേ ഉള്ളൂ. അപ്പൊ 3d 4s നമ്മൾ കോപ്പറിന്റെ ആണ് പറയുന്നത്. അപ്പൊ 3dയില് മാക്സിമം d ഓർബിറ്റലിൽ നമുക്ക് 10 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഇങ്ങനെയാണ്. ഒരു ഓർബിറ്റലില് മാക്സിമം 2 ഇലക്ട്രോൺ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോ 3dക്കകത്ത് 9 ഇലക്ട്രോൺ ഉണ്ട്. 4s2-നകത്തോ 4s-നകത്ത് 2 ഇലക്ട്രോണും ഉണ്ട്.
ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. അപ്പോ ഒരു ആറ്റത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റെബിലിറ്റി ആണ്. ഇതിന് സ്റ്റേബിൾ ആവണം, കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണും കൂടെ മതി. ഒരു ഇലക്ട്രോൺ കൂടെ വരുമ്പോഴത്തേക്കും ഫുൾ ആയിട്ടും ഓർബിറ്റൽ അങ്ങ് ഫില്ലാവും. അപ്പോൾ ഇത് സ്റ്റേബിൾ ആവാൻ വേണ്ടി, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇതിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വാങ്ങും. ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വാങ്ങും. അപ്പോ ഇവിടെ ഒരു ഇലക്ട്രോണും ആവും, ഇവിടെ 2 ഇലക്ട്രോണും ആവും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആയി. അപ്പൊ കോപ്പർ കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആയി. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d10 4s1 ഇങ്ങനെയാണ്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത്? ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആർ എക്സ്ട്രാ സ്റ്റേബിൾ. ഹാഫ് ഫിൽഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ളതോ ഓർബിറ്റല് സ്റ്റേബിൾ ആണ്. അങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ഇലക്ട്രോണിനെയും കൂടെ 4sൽ നിന്നും ഇങ്ങോട്ട് വാങ്ങി അത് അതിന്റെ ഓർബിറ്റല് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് ഇതിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മള് ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണല്ലോ. അപ്പൊ ഇതിന്റെ ഡിയില് 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 10ന്റെ പകുതി 5 അല്ലേ? അപ്പൊ ഹാഫ് ഫീൽഡ് ആണോ ഇവിടെ 5 വരണം. അതായത് ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മള് ഇങ്ങനല്ലേ എഴുതേണ്ടത്. പക്ഷേ സ്റ്റെബിലിറ്റി ആണ് ഇമ്പോർട്ടന്റ്. അതായത് ഹാഫ് ഫീൽഡ്, അതായത് ഇതിന്റെ 5 ഓർബിറ്റലും ഫിൽ ആയി കഴിഞ്ഞാലാണ് ഇതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത് അല്ലെ? അപ്പൊ ഇത് ഇങ്ങനല്ല എഴുതുന്നത്. ആദ്യം ഓരോ ഇലക്ട്രോൺ വെച്ച് ഓരോ ഓർബിറ്റലിനും കൊടുത്തതിന് ശേഷമേ അടുത്ത ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ ആക്കത്തുള്ളൂ. അതായത് ആദ്യം ഇപ്പൊ 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എന്താണ്? 4 ഓർബിറ്റലിലോട്ട് പോകും. 1 2 3 4. ഇതിന് ശേഷം ഈ 5 ഓർബിറ്റലും ഫിൽ ആയതിനു ശേഷം മാത്രമേ ബാക്കി ഇലക്ട്രോൺസ് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കത്തുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇതിനകത്ത് 6 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വെക്കുക. അപ്പൊ 5 ഇലക്ട്രോൺസ് ഇവിടെ വന്നതിന് ശേഷം 6ാമത്തെ ഇലക്ട്രോൺ മാത്രമേ നമ്മൾ ഇവിടെ പോകത്തുള്ളൂ. അപ്പോഴേ ഇത് പെയർ ആകത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഹാഫ് ഫീൽഡ്, അതായത് ഇപ്പൊ നമുക്ക് കണ്ട 4 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ ഓരോ ഇലക്ട്രോൺ വെച്ച് ഓരോ ഓർബിറ്റലിനും കൊടുത്തു. 4sൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഹാഫ് ഫീൽഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺ കൂടി ഇങ്ങോട്ട് വീഴിക്കും. അപ്പോ ഹാഫ് ഫീൽഡ് ആയ ഓർബിറ്റൽ, ഈ ഓർബിറ്റൽ ഫുള്ള് കംപ്ലീറ്റ് ആയോ? അപ്പൊ അതിനുവേണ്ടി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡോ ആയിട്ടുള്ള ഓർബിറ്റൽ സ്റ്റേബിൾ ആണ്. അതിന് വേണ്ടിയിട്ടാണ് 4sൽ നിന്നും ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വാങ്ങുന്നത്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 3d5 4s1. അപ്പൊ ഇതാണ് എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും മിക്ക എക്സാമിനും ചോദിക്കുന്നതാണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കോപ്പറിന്റെ എന്താണ്, കോപ്പറിൽ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡോ ആയിട്ടുള്ള ഓർബിറ്റൽ സ്റ്റേബിൾ ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. നമുക്ക് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിച്ചു, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു, അതിൽ തന്നെ ഷെല്ല് പഠിച്ചു. ഷെല്ലിനകത്ത് സബ് ഷെല്ലുണ്ട്, ഓർബിറ്റൽ ഉണ്ട്. ഓർബിറ്റലൊക്കെ എന്തായിരുന്നു? ഇലക്ട്രോൺസിനെ കാണാൻ, അതായത് മാക്സിമം പ്രോബിലിറ്റി ഉള്ള പ്ലേസ് ആണ് ഇലക്ട്രോൺ കാണാൻ വേണ്ടിയിട്ട്. അതെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു, ഗ്രൂപ്പ് എങ്ങനെയാണെന്ന് പഠിച്ചു, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അതിൽ നിന്നും എങ്ങനെയാണ് പീരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കുന്നതെന്ന് എല്ലാം പഠിച്ചു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ കേസ് പഠിച്ചു, കോപ്പറും ക്രോമിയവും. അപ്പൊ ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.